മലപ്പുറം വളാഞ്ചേരിയിൽ പാതിരാത്രിക്ക് ഓട്ടം പോയ ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരൻ നൽകിയത് ചെക്ക്. വലിയ തുകയെന്ന് കരുതാൻ വരട്ടെ, 80 രൂപ ഓട്ടോ കൂലിക്ക് വേണ്ടിയായിരുന്നു ചെക്ക് നൽകൽ. അതും മലയാളത്തിൽ എഴുതിയത്. ആള് കുറച്ച് വെള്ളത്തിനാണിപ്പോൾ വണ്ടി കൈ കാണിച്ചു. അപ്പോൾ ആദ്യം ഞാൻ കുറേ പോകാൻ മടിച്ചു. കാരണം വെച്ചാൽ വെള്ളം അടിച്ചതിന് പ്രശ്നമാകും വെച്ചിട്ട്. അപ്പോൾ ചെറിയ കുട്ടിനെ കണ്ടേക്ക് എനിക്കൊരു ഭയങ്കര സങ്കടം തോന്നി. പെരുന്തമണ്ണ പോകണമെന്നാണ് വിളിച്ചത്. അപ്പം അവിടെ എത്തി പിന്നെ കുളമംഗലം എന്ന സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തി. അവിടുന്ന് അവർ ഭക്ഷണം കഴിക്കാത്തപ്പോൾ പീടിയെ പോയിട്ട് കടക്കാരോട് ഭയങ്കര പ്രശ്നം, റോങ് ആയിട്ട് അടിക്കാനൊക്കെ ചെന്ന് പല പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ പെരുന്തമണ്ണ എത്തിയിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും, പ്രശ്നം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു എനിക്ക് വണ്ടി ഓട്ടം പോരാൻ പറ്റില്ല, പ്രശ്നമുണ്ട്, എനിക്കൊക്കെ പോരാൻ കഴിയില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറിയത്തിന് കൊടുന്നായി തരാനായിട്ട് വളാഞ്ചേരി കൊടുന്നായി കൊടുത്തു. അവിടെ എത്തിക്കുന്നോട്ട് വാടക എത്ര ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 80 റുപ്യ എന്നാളിന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 80 രൂപ വാടക, പൈസ ഇല്ല, ചെക്കാണ് പറഞ്ഞു. ചെക്കൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ പൈസ ഇല്ല പോയിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചെക്കിന് ആവശ്യമില്ല പറഞ്ഞു, വേണ്ട പറഞ്ഞു. അത് പറ്റില്ല, എൻ്റെ ഓസാരം എനിക്ക് വേണ്ടായിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് തന്നു. ചെക്ക് കയ്യിലുണ്ട് ഇപ്പോൾ? ചെക്ക് കയ്യിലുണ്ട്. ഇതാണ് ചെക്ക് ചെയ്ത് തന്ന ചെക്ക്. ഞാൻ അത് വെറുതെ അങ്ങനെ വണ്ടിയിൽ വെച്ചിരുന്നു. ഞാനിപ്പോൾ ഡ്രൈവറായിട്ട് 31 വർഷമായി. 31 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണ്. ഈ ചെക്കും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്? ചെക്ക് വെറുതെ വണ്ടി ജസ്റ്റ് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ കൊടുത്തായിരുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ അത് മാറാൻ പോകണമെന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇങ്ങനെ ചെക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. 80 രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കുന്നു, അതിൽ മലയാളത്തിൽ 80 രൂപ എന്ന് എഴുതുന്നു. ഒപ്പൊക്കെ ഇട്ടത് തെറ്റിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും അന്നുണ്ടായ ആ രാത്രി അഷ്റഫിന് മറക്കാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ് അഷ്റഫ് എത്ര ക്ഷമയുള്ള ഒരാളാണെന്ന്. ആലോചിച്ച് നോക്കിയേ, ഓട്ടോയിൽ കയറി ഹോട്ടലിൽ പോയി ബഹളം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഒരു ചെക്ക് എഴുതി കയ്യിൽ കൊടുത്തിട്ട്. നമ്മുടെ സാധാരണ ഓട്ടോ സഹോദരന്മാരൊക്കെ ആണെങ്കിൽ രണ്ട് വർത്താനെങ്കിലും തിരിച്ചു പറയും. പക്ഷേ അഷ്റഫ് വളരെ ക്ഷമയോടെ, എന്തുകൊണ്ടാണ്, അയാളുടെ മദ്യലഹരിയിലാണെങ്കിൽ അയാളുടെ കൂടെയുള്ള കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. അങ്ങനെ നന്മയുള്ള അഷ്റഫിന് ഒരു തമാശ ഓർമ്മയായി, അത് പോക്കറ്റിലിരിക്കട്ടെ. പക്ഷേ ഇട്ട് കൊടുത്തിട്ട് പോയി വിരുദ്ധൻ ബോധം തെളിഞ്ഞപ്പോഴെങ്കിലും താൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ക്രൂരത മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും അഷ്റഫിനെ കണ്ട് ഈ ചെക്കിന് തുല്യമായ പണം അദ്ദേഹം കയ്യിൽ കൊടുക്കാനുള്ളൊരു മാന്യത കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.